നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവാതെ നിന്നെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്നതാ. ആ എന്നെ തന്നെ പറ്റിക്കാന്ന് കരുതിയല്ലേ? സത്യം പറ, നിങ്ങൾ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരല്ല. അങ്ങനെ എനിക്കിതങ്ങ് പുറത്തു തരാൻ പറ്റില്ല. അതെ, ഒരു മിനിറ്റ് നിക്ക്, അവര് കാര്യങ്ങൾ പറയട്ടെ. ഇനി എന്താ പറയാനുള്ളേ? ഇവര് ഭാര്യയും ഭർത്താവും അല്ലാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നാട്ടുകൂട്ടത്തിന് മുമ്പിൽ നിർത്തി ഇവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാ പോകുന്നേ. അയ്യോ അങ്കിള്, അതൊന്നും വേണ്ടെന്നേ. എന്നാ ഉത്തരം പറയടാ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണോന്ന് പറ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അതെ, ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. എന്താ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ആന്റി, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ? അതെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കട്ടെ. അപ്പൊ ഇവളെന്താ നിന്റെ ദേഹത്ത് എണ്ണ തേച്ച് തരാഞ്ഞ്? ഭാര്യയാണെങ്കിൽ ദേഹത്ത് എണ്ണ തേച്ചു കൊടുത്ത പ്രശ്നമാ? അത് എനിക്ക് മനസ്സിലായി. അവളെ കൊണ്ട് എണ്ണ തേപ്പിച്ച അവളുടെ കൈവേദനിക്കുന്ന ഓർത്തിട്ടല്ലേ? ഭാര്യ എന്ന് പറഞ്ഞ അത്രയ്ക്ക് ഇഷ്ടാണല്ലേ നിനക്ക്? കറക്റ്റ് തന്നെയാ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്റെ ആന്റി. എന്റെ മുത്തിന് ഇവിടെ ജോലി എടുത്ത് കൈ വേദനിച്ച പിന്നെ ഇവിടെ വരുന്ന വേദന ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും സഹിക്കാനാവില്ല. അയ്യോ, എന്തൊരു സ്നേഹം ഈ മോന്, എന്തൊരു മനസ്സാ ഇത്. നോക്ക്, ഇവരെ രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോൾ കലിയുഗത്തിലെ രാമനെ സീതനെയും പോലെ തോന്നുന്നു, കണ്ടില്ലേ? ശിവാനി, വന്നിങ്ങോട്ട്, ഇങ്ങോട്ട് വാ. നോക്ക് ശിവാനി, നിന്റെ ഭർത്താവ് പറഞ്ഞാ നീ ചെയ്യാതിരിക്കൂ. ഞാൻ പറഞ്ഞത് മറന്നുപോയോ നീ? ഭർത്താവിന് വേണ്ട എല്ലാ സന്തോഷവും ഭാര്യയിലൂടെയാണ് കിട്ടേണ്ടത്. എങ്കിൽ നിന്റെ ഭർത്താവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഇനി വേറൊന്നും ആലോചിക്കട്ടെ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. വാ വാ, വന്നേ. നോക്ക് തൃശൂർ, നിനക്കിപ്പോ ശിവാനി എണ്ണ തേപ്പിച്ച് തരും. അത് ഞങ്ങളുടെ മുന്നിൽ വെച്ച്. അങ്ങനെയല്ലേ? പിന്നെ അല്ല എന്റെ ശ്രു. വാ മോളെ. രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ലടാ. ഇന്ന് നിന്റെ ഭാര്യ നിന്നെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാൻ പോവുക. തയ്യാറായിക്കോ. ഇവിടെ ഇരിക്കടാ മോനെ. കയ്യിൽ തേച്ചു കൊടുക്ക, കയ്യിൽ തേക്കും മോളെ. ആ കയ്യിലും തേച്ചു കൊടുക്ക, തേക്ക്. തൃശ്ശൂർ.
എത്ര നാളത്തെ സ്വപ്നം. സംഭവം എന്തായാലും അടിപൊളിയായിട്ടില്ല. അയ്യോ മേഡം ഒന്ന് പതുക്കെ പതുക്കെ ചെയ്യും. ഒരു ചാൻസ് കിട്ടിയപ്പോ അത് വെച്ച് അഡ്വാൻറ്റേജ് എടുക്കാണല്ലേ നീ? ഇനി ഞാൻ ഇതിന് നിന്ന് തരില്ല. അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഇങ്ങ് വിളിച്ചാ മതി. അയ്യോ മേഡം ഒരു മിനിറ്റ് ഒന്ന് നിനക്ക് പറയട്ടെ. ഇനി ഇവിടെ നിന്നാ ആ തൃശ്ശൂർ എന്തെങ്കിലും നാടകം കളിച്ച് വെറുതെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കൂ. ഇല്ല, ഞാൻ എത്രയും വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. ആ ത്രിവിക്രമനെ ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, മൊബൈൽ ഓഫായി പോയല്ലോ. ചാർജ് ചെയ്യാനും മറന്നുപോയി. എന്താ ഇപ്പൊ ചെയ്യാ? ഓ, ലാൻഡ് ലൈൻ ഉണ്ടല്ലേ. ഹലോ. ഹലോ ത്രിവിക്രം, ഞാൻ ശിവാനിയാ. ഹായ് ശിവാനി, ഇത് ഏത് നമ്പറാ? താനിത് എവിടെയാ? അത് അട്ടപ്പാടിയിലുള്ള ഒരു ഉൾഗ്രാമത്തിലാ ഉള്ളേ. അവിടെയുള്ള ആരുടെയോ വീട്ടിലാ. അങ്ങോട്ട് എന്തിനാ പോയേ? അത് ഞാൻ വരുന്ന വഴിക്ക് കാറ് കേടായി പോയി. അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ താമസിക്കേണ്ടി വന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ എങ്ങനെ വരുമെന്നുള്ളത്. ഓഹോ, ഓക്കെ, ഞാൻ തൃശ്ശൂരോട് സംസാരിക്കാം. അവനൊന്ന് ഫോൺ കൊടുക്ക. അവനിവിടെ ഇല്ല. അവൻ കുളിക്കാൻ പോയിക്കാൻ തോന്നുന്നു. പിന്നെ വിളിക്കാൻ പറയാം. ത്രിവിക്രം, എന്നെ പിക്കാനായിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അത് ശിവാനി, ഞാൻ കുറച്ച് ബിസിയാ ഇവിടെ. നമ്മുടെ സൈറ്റില് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാ. സോ താൻ കുഴപ്പമില്ല, വിട്ടേക്ക്. ഓക്കെ, തൃശ്ശൂരോട് പറ, എന്നിട്ട് അവന്റെ കൂടെ ഇങ്ങ് പോരെ. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തിനോട് വേദം ഓതുന്ന പോലെയാവും. ഞാൻ പോണെന്ന് പറയുമ്പോ അവൻ നിക്കാൻ പറയാ. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹലോ ഹലോ ശിവാനി, താൻ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ. എന്നാ ഓക്കെ ശിവാനി, ബൈ. വേഗം രണ്ടാളും കൂടി ഇങ്ങ് വന്നേ. എന്നിട്ട് പെട്ടെന്ന് ഇതങ്ങ് കഴിച്ചേ. എന്താ ഇത് രണ്ടാളെ കഴിക്കാൻ വിളിച്ചിട്ട് ഒരേല മാത്രം ഇട്ടിരിക്കുന്ന? നവദമ്പതികൾ ഒരേ വാഴയിലയിൽ കഴിക്കുന്നത് ഈ നാട്ടിലൊരു രീതിയാണ്. ഓ, സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് ഇരിക്കും മക്കളെ. അങ്ങോട്ട് ഇരിക്കട മോനെ. എന്താ ഇതൊക്കെ? എനിക്കിതൊന്നും ശീലമില്ലെന്നേ. നിങ്ങൾ ഇങ്ങനെ വിളിച്ച് സഡൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കിതൊക്കെ കഷ്ടമായിരിക്കും. നോക്ക്, കഷ്ടാന്നും പറഞ്ഞ ആചാരം മാറ്റാൻ പറ്റില്ല. ഒരേ വാഴയിലയിൽ കഴിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നേ? ഒന്നിരിക്കെ ശിവാനി. വാ മോനെ, നീ കൂടെ ഇരുന്നേ. വാ മോളെ. ഇരിക്കും മോളെ. ഇരുന്നു. അതെ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുത്തേ. വേഗം. തൃശ്ശൂലെ, എന്താ മോനെ ഇത്? എടുത്തു കൊടുക്ക് വേഗം. മോൾ അങ്ങോട്ട് കൊടുക്ക്. ഇനി മോള്. കല്യാണം കഴിഞ്ഞാലേ പുതുക്കത്തിൽ ആദ്യം കുറച്ച് നാണമൊക്കെ കാണും. അതൊന്നും കാര്യമൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളും നിങ്ങളെ പോലെ ലവ് മാരേജ് ആയിരുന്നു. ഓ ആണോ? അതൊരു വലിയ കഥയാണ്. ഞങ്ങള് രണ്ടാളും ഒരേ കോളേജിലാ പഠിച്ചിരുന്നത്. ഒരു ദിവസം പ്രൊഫസർ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ ഇവളെന്താ ചെയ്തതെന്നറിയോ? ഒരു ഡബ്ബയ്ക്കകത്ത് ശർക്കര കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഒറ്റയ്ക്കിരുന്ന് തിന്നുമായിരുന്നു. ഞാൻ വെറുതെ വിടുവെന്നാ പ്രൊഫസർക്ക് കൊളുത്തി കൊടുത്തു. ഞാൻ
അന്ന് സാറിന്റെ വായെന്ന് നന്നായിട്ട് കേട്ടുകൾക്ക്. ആ ദേഷ്യം ഇവരോട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇവരെന്തിനാ പ്രൊഫസറോട് പറഞ്ഞെന്നറിയോ? ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് തിന്നില്ലേ, ആ ദേഷ്യം കൊണ്ടാ. അല്ല പിന്നെ നമുക്ക് തരാതെ കഴിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? എനിക്ക് ഈ ശർക്കരയും ശർക്കരയിട്ട സാധനങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി? നിങ്ങൾ തമ്മില് തല്ലായോ? ഇല്ല, അവിടെയാണ് ട്വിസ്റ്റ്. അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോവാൻ നേരത്ത് ഞാൻ ഇവളോട് ചെന്ന് ഒരു സോറി അങ്ങ് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഇനി മേലാൽ ക്ലാസ്സിലേക്ക് ഉള്ള ശർക്കര പലഹാരങ്ങളുമായിട്ട് വരികയാണെങ്കിൽ ഒരുമിച്ചേ അത് കഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പരസ്പരം കല്യാണം കഴിക്കാന്ന് ഡിസൈഡ് ചെയ്യായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ശർക്കര തിന്നോണ്ടിരിക്കാനേ സമയമുള്ളൂ. എന്തൊക്കെയായാലും നമ്മുടെ ലവ് സ്റ്റോറി പഴയതല്ലേ. ഇവർ ഈ കാലത്തെ കുട്ടികളല്ലേ, ഇവരുടെ ലവ് സ്റ്റോറി ചോദിക്കേ. ശിവാനി, തൃശൂൽ, നിങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് കേക്കട്ടെ. നന്ദീശ, സാംബശിവന്റെ ഫോൺ വല്ലതും വന്നിരുന്നു? ഇല്ലല്ലോ മുതലാളി. അല്ലടാ, ത്രിവിക്രമന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ല. എവിടെ പോയി കിടക്കുക? ദിഗ്വിജയന്റെ കോള് വരുന്നുണ്ടല്ലോ. എന്താ ചെയ്യുക? എടുത്തു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാനാവില്ല. എടുക്കാതിരുന്നാൽ അവൻ സംശയിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? യെസ്, എന്തായാലും സംസാരിക്കാം. ഹലോ സാമ്പ. പറമോന ദിഗ്വിജയ്, എന്താണ് വിശേഷം? എന്താ വിശേഷം എന്നോ? എടാ, ത്രിവിക്രമന്റെ ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞിട്ട് നിന്നെ ഇങ്ങോട്ട് കണ്ടേയില്ല. എന്നിട്ട് ഇപ്പൊ എന്താ വിശേഷം ചോദിക്കുന്നു? എടാ, അവനാകെ വീക്ക് ആയിക്കൊണ്ടിരിക്കുക. നിന്റെ ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടാ. ഞാൻ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് സമയാസമയം കൊടുക്ക്, എല്ലാം ശരിയാവും. ഓൾറെഡി അവൻ നോർമലായിട്ടല്ലേ ഉള്ളത്, ബാക്കിയും കൂടി പെട്ടെന്ന് ശരിയായിക്കോളും. ആഹാ, ഫോണിലൂടെ തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻ പ്രവചിക്കുന്ന ലോകത്തിലെ ഏക ഡോക്ടറാണ് നീ. നീ ഇങ്ങോട്ട് വന്ന് അവനെ ഒന്ന് ചെക്കപ്പ് ചെയ്യും. അത് ദിഗ്വിജയ്, ഞാൻ അല്പം ബിസിയാണ്ടാ ഇപ്പോ. ഞാൻ വേറൊരു ഡോക്ടറെ അങ്ങോട്ട് പറഞ്ഞുവിടാം, അയാൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ. എന്താടാ അത്രയ്ക്ക് വലിയ ബിസി? ഒന്നുമില്ലടാ, അത് സ്വല്പം പേഴ്സണലാ. എന്നോട് പറയാൻ പറ്റാത്ത അത്ര പേഴ്സണലാ? നോ, അങ്ങനെയൊന്നും അല്ലടാ. ഇപ്പൊ ഫോണിലല്ലേ, ഞാൻ നേരിട്ട് വരട്ടെ, അപ്പൊ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞുതരാം. സാമ്പാ, സത്യം പറയണം, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്റെ വോയിസ് കേട്ടിട്ട് വല്ലാത്തൊരു ടെൻഷൻ പോലെ. അത് ദിഗ്വിജയ്, ഞാന് പുറത്ത് ജോഗിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. അതാണ് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റാത്തത്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അല്ലടാ സാമ്പാ. ശരി ദിഗ്വിജയ്, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. അവൻ പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നേ. ഫോൺ കട്ട് ചെയ്തിട്ട് പോയല്ലോ അവൻ. അവന്റെ സംസാരത്തിലാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പോലെ അവൻ അഭിനയിക്കുകയാണ്. എന്തോ അവൻ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലുണ്ട്. എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ച് പറയുന്നേ എന്താ നിർത്തിക്കളഞ്ഞു പെട്ടെന്ന്? പാവം, അവന് നമ്മളോട് പറയാൻ നാണാണെന്ന് തോന്നുന്നേ. എന്ത് നാണം ശ്രു? നമ്മുടെ ലവ് സ്റ്റോറി നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞില്ലേ, അപ്പൊ അവർക്ക് പറഞ്ഞൂടെ? പറ എന്റെ മക്കളെ. പറയേ. അത് പിന്നെ എന്താ ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞങ്ങൾ എത്ര നേരമായിട്ട് നിന്റെ ലവ് സ്റ്റോറി കേൾക്കാനായിട്ട് കാത്തിരിക്കാ. അതൊന്ന് പറയും മക്കളെ, എന്തിനാ ഇങ്ങനെ നാണിക്കുന്നേ? അതായത് ഞാനും പിന്നെ ശിവാനിയും അയ്യോ, ഒരു മിനിറ്റ്. ശ്രു, നീ വെള്ളം എടുത്ത് വെച്ചില്ലേ? ഇങ്ങനെയാണോ വിളമ്പുന്നേ? നോക്ക്, ഇനി എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അവരിനി നമ്മളെ കുറിച്ച് ചോദിക്കരുത്. നീയും അതെ, അവരെ കുറിച്ച് ചോദിക്കണ്ട. എന്താ മേഡം ഇത്? അങ്ങനെയൊക്കെ പറയാൻ ഞാൻ വല്ല ലൂസാണ്? അതൊക്കെ മാനേജ് ചെയ്യാന്നേ, ഒന്നും ഇണ്ടാതിരി. അതെ, എനിക്കിപ്പോഴും സംശയം. അവർക്കുള്ളിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ.
നിന്റെ സംശയം ഇതുവരെ തീർന്നില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? എനിക്കൊന്നും അറിയില്ല. സ്വീറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ടില്ലേ നിങ്ങള്? കണ്ടിരുന്നെങ്കിൽ മനസ്സിലായേനെ. അവരെ നമ്മുടെ കാലത്ത് ജീവിക്കുന്നവരല്ല, ന്യൂ ജനറേഷൻ പിള്ളേരാ. നമ്മുടെ സമ്പ്രദായങ്ങളൊന്നും അവർക്ക് ഒത്തുപോകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ താളം ചവിട്ടി നിൽക്കുന്നേ. എന്തൊക്കെയായാലും എനിക്കിതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ എന്താ സംശയം തീർക്കണം? ബാ ബാ ആ കുടിക്കും മോനെ. തൃശ്ശൂൽ കുടിക്കാം. ഇക്കള് നിന്നു തോന്നുന്നത്. അപ്പന് വെള്ളം വേണ്ടി വരില്ല. ലവ് സ്റ്റോറിയുടെ ബാക്കി പറഞ്ഞോ? അതെ ഇതാ കൊടുക്ക്. കുടിക്കേ കുടിക്കു മോനെ, കുടിക്കേ. അതിനൊന്നാണോ നിനക്ക്? അല്ല മോനെ, ലവ് സ്റ്റോറിയെ കുറിച്ച് ചോദിക്കുമ്പോ അപ്പോഴാണല്ലോ നിനക്ക് എക്കള് തുടങ്ങുന്നത്. ശരിക്കും നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? അതെ ആന്റി, അതിൽ ഇനി സംശയമാണോ ആന്റിക്ക്? പിന്നെ എന്തിനാ ഇടയ്ക്ക് കിക്കിള് വരുന്നേ? നിങ്ങളുടെ കഥ പറ. അല്ല അങ്കിൾ, അത് പിന്നെ വീണ്ടും അത് അങ്കിൾ ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? അങ്കിള് വേഗം ചെന്ന് ഫോൺ എടുത്ത് സംസാരിക്കുന്നേ. രജല്ലേ ഫോണൊക്കെ അവിടെ കിടന്ന് അടിച്ചോളും. അതൊന്നും വേണ്ട, നീ കഥ പറ. ഒന്ന് പറയണ്ട മോനെ. അങ്കിൾ, അതായത് എന്തായാലും ഫോൺ എടുക്കാത്തത്? ശിവാനിനെ വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ. തൃശ്ശൂരിലാണെങ്കിൽ കണക്ട് ആവുന്ന പോലുമില്ല. ശിവാനി വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോ ആരെങ്കിലും അവിടെ എടുക്കേണ്ടതല്ലേ? പക്ഷെ എന്താ ആരും അവിടെ ഫോൺ എടുക്കാത്തത്? ശിവാനി, നിന്റെ കെട്ടിയവൻ ഇപ്പോഴും നാണം മാറിയിട്ടില്ല. നീ തന്നെ പറ. ഒന്നുമില്ല അങ്കിൾ, അതെന്താന്ന് വെച്ചാ അങ്കിൾ നോക്കി പിന്നെ ഫോൺ അടിക്കുന്നു. വേഗം നോക്കി ആരാണ്? ഫോണൊക്കെ അവിടെ കിടന്ന് അടിച്ചോളും. അത് ഈ വീട് വെച്ച കാലം മുതൽ കിടന്ന് അടിക്കുന്ന ഞങ്ങൾ ആരും എടുക്കാറില്ല. നീ കഥ കട്ടിയല്ലേ, കഥ പറ. പറയാന്നേ, പറയാം. എന്താ ഇപ്പൊ പറയണ്ടേ ഈശ്വര? ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഐഡിയ തായോ? ഒരു ഒറ്റ ഒരുത്തില്ല അവിടെ ഫോൺ എടുക്കാനായിട്ട്. കിട്ടി. എന്ത് കിട്ടിയെന്ന്? അത് തന്നെ കഥ. കഥ കിട്ടിയെന്ന്? ഒരു ദിവസം എന്റെ അമ്മ എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അത് ശരി. ഞാനാണെങ്കിൽ അമ്മയെ ആ വീട്ടിൽ നിർത്തി ഒന്ന് കറങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ അന്ന് വരെ ഇല്ലാത്ത പോലൊരു മഴ പെയ്തു. ഞാൻ ആ മഴയിൽ നേരെ തന്നെ നടന്നുകൊണ്ടിരുന്നു. ആ സമയം എന്റെ എതിരെ നിന്നൊരു സുന്ദരി പെൺകുട്ടി നടന്നു വന്നു. അവളെ തന്നെ നോക്കി നോക്കി ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള ഒരു കുഴിയിലേക്ക് ഞാൻ വീണു. പിന്നീട് അവളാണ് ആ കുഴിയിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റിയത്. ഇതാണ് ലവ് സ്റ്റോറി. ആ പെൺകുട്ടിയുണ്ടല്ലോ, മറ്റാരുമല്ല, എന്റെ ശിവാനിയാ. ബാക്കി പറ. ശിവാനി എന്റെ കൈ മാത്രമല്ല പിടിച്ച, എന്റെ ഹാർട്ടിലും കൂടിയാ. അവൾ എന്റെ കൈ പിടിച്ചപ്പോ എന്റെ ഹാർട്ട് ടപ് 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 ടപ്. ബാക്കി കഥ പറ നീ. ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ, ഇവളുടെ അമ്മ എന്റെ ആന്റിയും ഇവളുടെ അച്ഛൻ എന്റെ അങ്കിളും ആണെന്ന്. അവളുടെ അമ്മ നിന്റെ ആന്റി ആവുമ്പോ അവളുടെ അച്ഛൻ നിന്റെ അങ്കിൾ ആവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ബാക്കി കഥ പറയുന്നേ. അത് കഴിഞ്ഞപ്പോ ഈ കാര്യം അമ്മയോട് പറയാൻ വേണ്ടി ഞാൻ കല്യാണം വീട്ടിൽ പോയി. എന്നിട്ട് എന്താ? അവിടെ ചെന്നപ്പോ അവിടെ ഇവളുണ്ട്. ആര്? അങ്കിൾ എന്റെ ശിവാനി. ശിവാനിയോ? ആദ്യം പറഞ്ഞല്ലോ എന്റെ അമ്മ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണ വീട്ടിലായിരുന്നു. അത് വേറെ ആരുടെയും കല്യാണം ആയിരുന്നില്ല, ഇവളുടെ കല്യാണമായിരുന്നു. അയ്യോ ദൈവമേ. ബാക്കി എന്താ ഉണ്ടായെന്ന് പറ. ബാക്കി എന്തുണ്ടാവാൻ, ഞാൻ വിടോ. ഞാൻ പോയി പറഞ്ഞു, അവൾക്കും എന്നെ ഇഷ്ടമായി. ഒരു ദിവസം ഇവൾ എന്നെ ഒരു വലിയ വാട്ടർഫാൾസിനടുത്തേക്ക് കൊണ്ടുപോയി ഐ ലവ് യു എന്ന് പറഞ്ഞെന്നേ. എന്ത്? ശിവാനിക്ക് അത്രയ്ക്ക് ഇഷ്ടായിരുന്നു എന്നാണോ പറയുന്നത്? അവള് തന്നെയാണോ വന്ന് പറഞ്ഞത്? അത് പിന്നെ ആന്റി, ഇവളല്ല ആദ്യം വന്ന് പറഞ്ഞേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി പറയാനൊന്നും നിൽക്കില്ല. മനസ്സിലാവുന്നുണ്ട് അങ്കിൾ ആന്റി. പോയിട്ട് വാ മോനെ. രണ്ടുപേരും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് മനസ്സിലായി.
മാഡം തൊണ്ട ശരിയാക്കുന്നുണ്ടെങ്കിൽ സിംഹം ഗർജിക്കാൻ റെഡി ആയെന്നാണ് അർത്ഥം. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ ലവ് സ്റ്റോറിയാണോ? നിന്റെ പിറകെ ഞാനാണോ വന്നത്? അയ്യോ അല്ല മാഡം, അത് പിന്നെ ഒരു സിനിമാ കഥയല്ലേ. അങ്കിള് ചോദിച്ചപ്പോ എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. തഥാസ്തൂന്ന്. അനിയത്തി പ്രാവിലെ കഥയൊക്കെ അടിച്ചു മാറ്റി ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പറഞ്ഞതേ നുണക്കഥയാ. അതും പോരാഞ്ഞിട്ട് ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞു എന്നുള്ള ബിൽഡപ്പും കൂടെ.